ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബ്ലിസ്ഫുൾ അല്ലെങ്കിൽ അനുഗ്രഹീതമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എവിടെയെങ്കിലും അവനവനെ തൊട്ടറിയാനുള്ള ഒരവസരം അതെല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ പല കാര്യങ്ങളിലും പല ഇൻറ്റൻഷനും പല പ്രോഗ്രാമിങ്ങും നടക്കുന്നത് കൊണ്ട് നമുക്ക് ആ ടച്ചിങ്ങിൻ്റെ ഫീല് നമ്മളെന്തെങ്കിലും ചെയ്താലേ കിട്ടുന്നുള്ളൂ. നമ്മൾ ചില പ്രത്യേക രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറിച്ച് ഈ ഹാപ്പനിങ്ങിൽ ആ നാച്ചുറലായിട്ട് ആ സീക്വൻസിൽ, മനസ്സിലായോ, കോൺസിക്വൻസിലല്ല, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടല്ല, ആ സീക്വൻസിൽ നമ്മളെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയും തുടർന്ന് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ ആ ഒന്നുമില്ലായ്മയുമായിട്ട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ടോ? തീർന്ന്. വേറെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, അവിടെ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാനുള്ള കാരണവുമായിട്ടുള്ള ആ കണക്ഷൻ അവിടെ വന്ന് നമ്മുടെ തീരുമാനം മാറ്റി വെച്ചിട്ട് തീരുമാനത്തിനപ്പുറം ആ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഫീൽ ചെയ്ത്, അതെന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ എന്തിൻ്റെങ്കിലും പുറകെ പോയിട്ടാണോ? ഒന്നുമല്ല. എവിടെയാണോ നമ്മളിരിക്കുന്നത്, നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് നമ്മളൊന്ന് സിങ്ക്രണൈസായി. ഇതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ മൂമെൻറ്റ് ഒരു ലൈഫിൽ, അല്ലെങ്കിൽ ലൈഫിൻ്റെ വണ്ടർഫുൾ മൂമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വേറെ ഒരു എന്താ പറയുക, എലിജിബിലിറ്റിയോ അല്ലെങ്കിൽ വേറെ ഒരു ക്രൈറ്റീരിയ ഇല്ല അതിന്. നമ്മളിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ.